വേഗത്തിൽ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 24 മുതൽ. അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. അതെ, നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗങ്ങളാണ് ഇന്ന് പകലിൽ നമ്മൾ ധ്യാനിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. We have turned our attention to the Gospel of John, chapter 20, from verse 24. We read till 28. Very familiar passage, very familiar incident to all of us. ഈ തോമസ് എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, പുള്ളി ഏതിലാണ് അറിയപ്പെടുന്നത്? സംശയമുള്ള ഒരു തോമാച്ചൻ ബ്രദറായിട്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? നമ്മളെല്ലാം അറിയും. എൻ്റെ പേരിനകത്ത് അവസാനം എന്തോ ഉണ്ട്, തോമസ് ഉണ്ട്. സ്തോത്രം. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തി, ജനം വിടുവിക്കപ്പെടുന്നത്, കർത്താവിൻ്റെ ക്രൂശീകരണം, ഇത് മുഴുവൻ വളരെ ക്ലോസ് ആയിട്ട് കണ്ട ഒരു ശിഷ്യനാണ് തോമസ്. When we hear the name Thomas, this is probably the story that very quickly comes to our mind, the fact that he is known as Doubting Thomas. But this is a disciple of Jesus who journeyed with him throughout his ministry, who was there with all the miracles and signs and wonders that Jesus had done, had seen the way that Jesus had taught, had seen the crucifixion and the resurrection, all of these different things. സംശയിച്ച ഒരു തോമസിനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. But in this passage we see a Thomas who is doubting. എന്നാൽ അവനെ അവസാനം എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അവനെ ആരാധിപ്പിക്കുന്ന തോമസ് ആക്കി ദൈവം മാറ്റി. But ultimately we see even in this passage that he is not a doubting Thomas. Rather, in verse 28, he's one who says, my Lord and my God. God transformed him from a doubting Thomas to a worshiping Thomas who acknowledges the deity of Christ. യേശുവിന്റെ ക്രൂശീകരണമൊക്കെ കണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. When Jesus, after he had been crucified and he had resurrected, he came and revealed himself to the disciples. But unfortunately, Thomas, for whatever reason, was not there among them at that initial revelation, that initial reveal that Jesus had done. ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവ് വ്യത്യാസമാണ്. And different people had different levels of faith. ഒരു പക്ഷേ ചിന്തിച്ചു കാണും, സകലതും കഴിഞ്ഞു, ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് തകർക്കപ്പെട്ട് യേശു മരിച്ചു, ഈ ഒരു പദ്ധതി കഴിഞ്ഞു, നമുക്കറിയത്തില്ല ഓരോരുത്തരുടെ ഹൃദയത്തിനകത്തൂടെ പോകുന്ന ചിന്തകൾ എങ്ങനെയൊക്കെയാന്ന്. എനിവേ കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. Perhaps he would have thought to himself, it's over, it's finished, Jesus has been crucified, he's dead, the story has come to an end. Different people have different measures of faith, and so we're unable to grasp what might have gone through the mind of Thomas. He might have put everything to bed thinking that it's all over. എന്നാൽ കൂടെ ഇരുന്ന ഒരു കൂട്ടം ശിഷ്യന്മാർ വ്യക്തമായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാനിടയായി തീർന്നു. But the disciples, his peers, his friends who were with him, the other disciples of Jesus, were able to see that Jesus had rose again. They were able to see that and experience that with their own eyes. ഒരു കാര്യം കൂടി കൂട്ടത്തിൽ ഞാൻ പറയാം, കൂട്ടായ്മ ബന്ധത്തിനകത്ത് ദൈവസഭ നിന്നോണം. Another thing that I want to mention is that the church must remain within the fellowship, within the walls of fellowship. ജീവിതത്തിൽ നമ്മൾക്ക് ബിസി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ബിസിയാണ്. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ സ്വതന്ത്രം ഇത് കഴിഞ്ഞിട്ട് വേണം, എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ, ആത്മീയത്തിൽ നാം പുറമോട്ട് പോകാതിരിക്കണമെങ്കിൽ, അകലം വിടാതിരിക്കണമെങ്കിൽ, ആത്മീയ വളർച്ച നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ,
കൂട്ടായ്മ ബന്ധം ദൈവമക്കൾ ആചരിക്കേണ്ടത് ആവശ്യമാണ്. Yes, it's true. We may be busy with the various things that come in our life. There may be so many different things that we have to tend to, responsibilities that we have to pay attention to. But it is important for us as children of God. It's important for us as members of the body of Christ to have fellowship with one another, to be there for one another, to encourage and uplift one another. നാം ഒറ്റപ്പെടുമ്പോൾ, നാം കൂട്ടായ്മകളില്ലാതെ, ബന്ധങ്ങളില്ലാതെ, പ്രാർത്ഥന സപ്പോർട്ട് ഇല്ലാതെ നാം ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരുപാട് അവിശ്വാസം നമ്മുടെ അകത്ത് വർദ്ധിക്കാനായിട്ട് തുടങ്ങും. When we miss out on the fellowship that is present within the church, when we miss out on the union and the unity, hallelujah, that is present among the believers, there may be opportunity for us to wander and for doubts to start creeping into our minds. പ്രിയരെ, സഭയ്ക്കകത്ത് വന്നിട്ട് നിങ്ങളൊരു പാട്ട് പാടി നിങ്ങളുടെ അറ്റൻഡൻസ് അല്ല സഭയ്ക്ക് വേണ്ടത്. നിങ്ങൾ അനുഭവിക്കണം, ദൈവ സാന്നിധ്യം അനുഭവിക്കണം, ദൈവ കൃപ അനുഭവിക്കണം, വചനത്തെ ഏറ്റെടുക്കുന്ന ഹൃദയമുണ്ടായിരിക്കണം, കർത്താവിന് കൊടുക്കുവാൻ മനസ്സോടെ ആരാധിക്കാൻ ഹൃദയമുണ്ടായിരിക്കണം. ആ ഒരു വെളിപ്പാടിൽ നിന്നാൽ മാത്രമേ സഭ നിങ്ങൾക്ക് അനുഗ്രഹമാകത്തുള്ളൂ. Dear children of God, your attendance is not what's necessary here on a Sunday morning. What God is looking for is not that you would come here and meet a checklist, rather that you would be someone who participates, who enjoys the fellowship among believers, being able to, hallelujah, pray for one another, edify one another, strengthen and uplift one another. ഒരുമിച്ചുള്ള കൂട്ടായ്മ, ഒരുമിച്ചുള്ള പാട്ട്, ഒരുമിച്ചുള്ള ആരാധന, ഒരുമിച്ച് വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ദൂത് കേട്ട് ആത്മാവിൽ ആരാധിക്കുന്നു. ഇത് അനുഭവിച്ച എത്ര പേരുണ്ട്? അതിന്റെ സന്തോഷം, അതിന്റെ വിടുതൽ എത്രയോ തവണ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കുഞ്ഞേ, അതുകൊണ്ട് നീ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് കൂട്ടായ്മ നകന്നാൽ അത് ഭയങ്കര സംശയത്തിലോട്ട് നിന്നെ കൊണ്ടുപോകും. ചേർന്ന് നിന്നാൽ അവൻ നീ സംശയിച്ചു വരുന്ന വിഷയം, നീ ഭാരപ്പെടുന്ന വരുന്ന വിഷയം നീ പോലും പറയാതെ ആത്മാവ് ഇടപെടുമ്പോൾ, ആത്മാവ് സംസാരിക്കുമ്പോൾ നിനക്കകത്ത് തന്നെ ഒരു ജയം വരും, ഒരു ധൈര്യം വരും. എന്നെ കാണുന്ന കർത്താവുണ്ട്, എന്നെ അറിയുന്ന ദൈവമുണ്ട്. അതാണ് നമ്മളെ ആത്മീയത്തിൽ വളർത്തിയെടുക്കേണ്ടതായിത്തീരുന്നത്. We have all personally experienced the benefits of fellowship. We have all experienced the joy of coming together, singing songs and praying and praising, so that we have people who are there, brothers and sisters in Christ, to stand and intercede, to stand in the gap when we might be weak, when we might be falling short, that they would be our strength, that they would be a hand to help us. That is the beauty and the joy of fellowship. Praise the Lord. നമുക്കെല്ലാം നേരെയാക്കിയിട്ട് നേരെയാകാൻ പറ്റത്തില്ല. We cannot wait for everything to be right before we make ourselves right. നമ്മൾ പറയുന്നുണ്ട് അത് അവിടെ കുഴപ്പമാണ്, ഇത് പ്രശ്നമാണ്, അത് ശരിയല്ല, ഇത് ശരിയല്ല. ഇത് ശരിയല്ലായ്മ നോക്കാൻ പോയാൽ ഈ പറയുന്നവനും ആരല്ല. അപ്പൊ അതിന് നല്ല ശരിക്കേടല്ല വിഷയം. അവൻ നമ്മളെ നന്നാക്കുന്നവനെ മുൻപിലാണ് ഇരിക്കുന്നത്. അവൻ പ്രാപിപ്പാൻ കൊടുക്കുവാനുള്ള ശുദ്ധമറ്റ മനസാക്ഷിയോടെ നാം ദൈവത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അവൻ ചിലത് നീ കാണാതെ പോകത്തില്ല. കൂട്ടത്തിലുള്ളപ്പോൾ, ഒരുമിച്ചുള്ളപ്പോൾ, ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ആ ദൈവ സാന്നിധ്യം നിന്നെ കൃപയിലോട്ട് വളർത്തുമ്പോൾ അത് അനുഭവിക്കാതെ തോമസുമാർ അവർ സംശയിച്ചു നിൽക്കും, അവരകന്ന് നിൽക്കും. അതുകൊണ്ട് ദൈവസഭയെ ഒരുമിച്ച് കൃപ അനുഭവിച്ച്, ഒരുമിച്ച് ആത്മശക്തി അനുഭവിച്ച്, ഒരുമിച്ച് കൃപയിൽ വളരുവാൻ തയ്യാറാകുക. നീ മാറി നിൽക്കേണ്ടവനല്ല, നീ ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. Dear children of God, if we're always, hallelujah, coming with a mentality and an attitude to point out the faults, to point out the shortcomings, to say that there are certain things that need to be improved, there are certain things that could be done differently or could be done better, then hallelujah, then all we'll have time for is to point out the shortcomings and the failures and the mistakes, and hallelujah, in short, we ourselves, hallelujah, are at fault. But hallelujah, the word of God reminds us that we should come with a heart to participate, a heart to give, a heart of offering, to be able to contribute whatever the Lord has given to us, that we would be, hallelujah, strength and a hallelujah and a blessing to those around us. I mean, ശിഷ്യന്മാരെല്ലാം പറയണം, തോമസേ ഞങ്ങൾ കണ്ടട, ഞാൻ കണ്ടു, നമ്മൾ കണ്ടു, അവൻ മരിച്ച ദൈവമല്ല, നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റു, ഞങ്ങളുടെ നടുവിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾ കണ്ടത് പറഞ്ഞിട്ട് തോമസിന് മാത്രം അത് അവൻ സ്തോത്രം പറയാനോ ആമീൻ പറയാനോ കഴിയാതെ അവൻ പറയില്ല, ഞാൻ വിശ്വസിക്കത്തില്ല, ഞാൻ കാണാതെ വിശ്വസിക്കത്തില്ല. See, notice, hallelujah, the disciples, they come to Thomas, hallelujah, he's come from wherever he's been, he's come and they're having this conversation, and the disciples are telling
him, listen, look, I know you weren't there, but we saw it, each one of us. We saw Jesus. He's not dead. Yes, he was crucified. Yes, he was buried, but he has risen from the dead. He's no longer dead. He's alive and he has returned. He's come back as king. But Thomas replies and he says, I don't believe you. I cannot accept what you're telling me unless I see with my own eyes. I can't accept this truth. ഒരുപക്ഷെ തോമസ് ഒരു സിൻസിയർ ആയിരിക്കും. Perhaps Thomas was being very sincere. കാരണം അവന്റെ ആ കാഴ്ച ചില സമയത്ത് ചില പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കും നമ്മളെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകറ്റിക്കൊണ്ടുപോകും. Sometimes it's very painful situations, experiences of grief and sorrow that pull us away from the faith. നമ്മളെ കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതുമായ ചില വിഷയങ്ങളൊക്കെ ദൈവം ഉണ്ട്, അത് സത്യം. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ എവിടെയൊക്കെയോ ഇങ്ങനെ ഹൃദയത്തെ ഈ സംഭവങ്ങൾ വിഷയങ്ങൾ നമ്മൾ അകറ്റിക്കൊണ്ടുപോകും. Sometimes certain experiences in our life that can be incredibly painful, that bring us so much grief and leave us broken, even though we know the truth, even though we accept that, we accept that everything that we learn and hear about is all true, but somehow we can't accept it with our heart because of these experiences that have left us broken. എമോസിലേക്ക് ശിഷ്യന്മാർ പറയുന്നില്ലേ, ഞങ്ങളും അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ടിപ്പം 3 ദിവസമായി ഒന്നുമില്ല, എഴുന്നേക്കുമെന്ന് പറഞ്ഞു, പൊളിച്ചത് പണിയുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ഞങ്ങൾ കണ്ണുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ഇത് പറഞ്ഞാണ് അവര് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. You know the story of the disciples, hallelujah, the two who were walking on their way to on the road of Emmaus, and they were saying to each other, even we thought that he was the redeemer of Israel. We thought that he was the savior. We had great expectations, but look what's happened. And that is what they're conversing. That's their dialogue as they walk, because of their experience which has left them broken and full of pain. പലപ്പോഴും പലരും ആത്മീയത്തിൽ ക്ഷീണിച്ചു പോകും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ, പ്രതീക്ഷിച്ചതായ വിടുതലുകൾ ലഭിക്കാതിരിക്കുമ്പോൾ, എവിടെയൊക്കെയോ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, വഴി അടയപ്പെട്ടു പോകുമ്പോൾ, എവിടെയൊക്കെയോ സംശയിപ്പാൻ ഇടയായി തീരും. There are many people, hallelujah, oftentimes where they grow cold in their faith, not because they want to, but because they're not getting the answers that they had hoped for. They're praying, but it feels like God isn't listening. They have, hallelujah, pain that is not being comforted. They are left broken and they don't feel the presence of God coming to comfort them and hold them close. And so, hallelujah, even though they know these things may be true, they cannot accept it with their heart. പ്രിയരെ, സംശയിച്ചത് കൊണ്ടോ അവിശ്വസിച്ചത് കൊണ്ടോ തള്ളിക്കളയുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. നിന്നെ വിശ്വസിപ്പിക്കത്തക്ക നിലയിൽ, നിന്നെ ഉറപ്പിക്കത്തക്ക രീതിയിൽ, നിന്റെ നിലവാരത്തിനകത്തോട്ട് ഇറങ്ങി വന്ന് നിന്നെ പിന്നെയും മുൻപോട്ട് നടത്താൻ അധികാരമുള്ളവന്റെ മുൻപിലാണ് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. Dear children, I want to remind you today that we do not serve a savior who pushes you aside and rejects you because you doubted or because you had questions. He's not one who says, I don't want you anymore, because you had, hallelujah, pain and you had, hallelujah, grief and you had sorrow in which you couldn't accept the truth. Instead, he is a savior who comes to you, who reveals himself to you. If you, hallelujah, hunger and thirst to know the truth, that he would reveal himself and cause you, hallelujah, to understand the truth. നിങ്ങളുടെ സ്ട്രഗിൾസിനെ നിങ്ങൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കരുത്. ദൈവത്തിന് മുൻപാക്കൊണ്ട്, കർത്താവേ, എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല, എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൂട്ടായ്മ ബന്ധം പുലർത്താൻ പറ്റുന്നില്ല, എവിടെയൊക്കെയോ തകരാറുണ്ട്. കർത്താവ്, ഞാൻ ഇങ്ങനാണ്, പക്ഷെ എനിക്ക് ഒരു വിടുതൽ വേണമെന്ന് പറഞ്ഞ് ആ ഇരിപ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ വ്യക്തമായി ഉറപ്പിക്കുന്ന വചനം പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് കൺഫ്യൂഷന്റെ ആത്മാവല്ല, കലക്കത്തിന്റെ ആത്മാവല്ല, സംശയത്തിന്റെ ആത്മാവല്ല, നിന്നെ ഉറപ്പിക്കുന്ന ആത്മാവാകയാൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നത്, സംശയിച്ചിരിക്കുന്ന ചിലതിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഇല്ല, നിന്നെ വിടുകയല്ല ദൈവത്തിന്റെ പദ്ധതി. നിന്റെ അടുക്കലോട്ട് ഒന്നുകൂടെ ഇറങ്ങി വന്ന് നീ പറഞ്ഞതുപോലെ, നീ വിചാരിച്ചതുപോലെ നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് ഇടപെടുകയാണ്. Dear children of God, we don't need to hide our struggles. We don't need to push
push them aside and pretend that we're all fine. But instead, if we could just come as we are into the presence of God, to be open and honest before Him, to say, Lord, I'm trying my best. I want to believe. I want to accept these truths. But somehow, somewhere, I'm unable to pray like I used to. I'm unable to worship freely like I used to. It's not genuine, Father. Somewhere there's something that's gone wrong and I can't seem to make it Hallelujah. right. I need you in my life to reveal yourself to me. We do not serve a God, hallelujah, who is a false God. We do not, hallelujah, we have not been promised a spirit that is a spirit of chaos and confusion, but rather a spirit of truth that will, hallelujah, come into our hearts and reveal the truth of the word of God. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏതിനെയാ സംശയിക്കുന്നത്? Hallelujah. Today, what is it that you have questions about? What do you വാഗ്ദത്തങ്ങളെയാണോ doubt? സംശയിക്കുന്നത്? Is it the promises of God that you doubt? അഭിഷേകത്തെയാണോ സംശയിക്കുന്നത്? Is it the anointing of the Holy Spirit that you അന്യഭാഷയാണോ doubt? സംശയിക്കുന്നത്? Is it speaking in tongues that you doubt? കൃപാവരങ്ങളെ Is സംശയിക്കുന്നുണ്ടോ? it spiritual gifts that you have questions about? നമ്മൾ തിയറി കൊണ്ട് ജയിക്കാൻ പോയതിനെ ഒന്നും ജയിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഹല്ലേലൂയ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്ത് വെളിപ്പെടുത്തി തരുമെന്ന് സകല സംശയത്തിന് നിവാരണം യൂണിവേഴ്സിറ്റി അല്ല, ഇവിടുത്തെ ബൈബിൾ കോളേജുകളല്ല, പരിശുദ്ധ ആത്മാവ് സകല സത്യത്തിലേക്ക് വഴിനടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ സംശയത്തെ മാറ്റി നിന്റെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സകല സംശയത്തിന്റെ ആത്മാവിനെയും ഇന്ന് പകൽക്കാലം ശാസിക്കുകയാണ്. വചനത്തെ ഏറ്റെടുക്കുവാൻ ആത്മാവിൽ പൊരുതുവാൻ കഴിയാതെ ആ ഇരുട്ടിന്റെ സംശയത്തെ ഇന്ന് പകൽ ആത്മാവ് ശാസിക്കട്ടെ. Hallelujah, dear children of God. Whatever questions you may have, whatever doubts you may have, it doesn't matter what kind of knowledge you have. It doesn't matter all the theory that you may be given, but unless you have the power of the Holy Spirit to manifest in your life, the Spirit that leads us into all truth, that is what we need, so that we're not just staying in a place of theory, so that we're not just staying in a place of knowledge, but to be able to step into the wisdom of the Holy Spirit that leads us in our Christian life. ഒരിക്കലും സംശയം അകത്ത് കയറരുത് കേട്ടോ. We should never allow those doubts to fester in our hearts. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. In your personal prayers, you should pray powerfully about this. വചനം എനിക്ക് വിശ്വസിക്കണം. You need to say, Lord, I want to understand and I want to believe the word of God. ഈ ഗബ്രിയേൽ അല്ലേ യോഹന്നാന്റെ ഇടയ്ക്ക് ഇറങ്ങി നിന്നിട്ട് പറഞ്ഞതിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. പക്ഷെങ്കിൽ യോഹന്നാൻ വിശ്വസിച്ചില്ല. ഉടനെ പറയുന്നൊരു ഭാഗം ഉണ്ടല്ലോ, തക്ക സമയത്ത് നിവർത്തിയാകേണ്ട എൻ്റെ ഈ വാക്ക്. അപ്പൊ ആത്മനിയോഗത്തോടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂതുകൾ അത് നിവർത്തിക്കപ്പെടാനുള്ളതാ പരിശുദ്ധാത്മാവ് പറയുന്നത്. ആത്മാവ് അയക്കുന്നത് അത് അങ്ങനെ സംഭവിക്കാന്. പക്ഷെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല് തക്ക സമയത്ത് ഒരു ദൂത് പറയുമ്പോൾ, ഒരു വചനം അയക്കുമ്പോൾ അതിനകത്തൊരു ടൈമിംഗ് ഉണ്ട്, അതിനകത്തൊരു സമയമുണ്ട്. അത് അങ്ങനെ സംഭവിക്കുന്നത് ആത്മാവ് പറയുന്നത്. പക്ഷേ കേൾക്കുന്ന നമ്മൾ അത് വിശ്വാസത്തോടെ ആമീൻ പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. Hallelujah, dear children of God. Even when the angel Gabriel came to pass on the message of God, the promise of God, hallelujah, the receiver was unable, hallelujah, to accept the truth of the promise. They were, hallelujah, unable to believe. But angel Gabriel responded and said, hallelujah, you do not need to doubt, you do not need to, hallelujah, question, because the Holy Spirit has spoken what is going to be, hallelujah, fulfilled in its proper time. See, hallelujah, the Holy Spirit brings to be, hallelujah, what is spoken by the word of God. Praise the Lord. അവിടുന്ന് പകൽക്കാലം ഏതെങ്കിലും വചനത്തെ അവിശ്വസിച്ചെങ്കിൽ ഒന്ന് ഏറ്റു പറഞ്ഞാൽ, കർത്താവേ എന്റെ അവിശ്വാസം ക്ഷമിക്കണമേ. നിവർത്തിക്കപ്പെടേണ്ട വചനം, സൗഖ്യമാക്കുന്ന വചനം, എന്നെ മടക്കി വരുത്തുന്ന വചനം ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും കേൾപ്പിച്ചുകൊണ്ടുണ്ട്. ഒരുപക്ഷെ മുൻവിധിയായിരിക്കാം, ഒരുപക്ഷെ സംശയമായിരിക്കാം. എവിടെയെങ്കിലും നന്മയായി തീരേണ്ട വചനത്തെ അവിശ്വസിച്ചു പോയെങ്കിൽ ആ ഇരിപ്പിൽ നിന്ന് ഏറ്റു, കർത്താവേ എന്റെ അവിശ്വാസം ക്ഷമിക്കണം. ഇന്ന് പകൽക്കാലം എന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള ആ സംശയത്തെ മാറ്റി വചനത്തെ വചനമായി ഏറ്റെടുപ്പാൻ, വചനത്തെ അതുപോലെ വിശ്വസിപ്പാൻ ഒരു ദൈവ കൃപ ഇന്ന് പകൽക്കാലം പകരണമേ. There have been many times, hallelujah, when the word of God has been spoken into our lives, but instead of being able to accept it and being able to receive it so that it would manifest as the blessing of God, we have rejected it, unable, hallelujah, to believe what God has spoken over us, unable to, hallelujah, accept that the word of God was spoken in our lives for our personal benefit and edification.
situation, but this is our opportunity just to pray in the presence of God and say, Lord, all those times, hallelujah, I've been unable to accept what has been spoken. Lord, I pray that the power of the Holy Spirit would come and transform those experiences and cause me to receive the truth of the word of God that is spoken. Praise the Lord. സംശയത്തെ മാറ്റണം കേട്ടോ. Hallelujah, we need to pray against the വചനത്തെ spirit of സംശയിക്കരുത്. doubt. വചനത്തെ സംശയിക്കരുത്. We shouldn't doubt the word of God. പരിശുദ്ധാത്മാവിനെ സംശയിക്കരുത്. We shouldn't doubt the spirit of the Lord. അഭിഷേകത്തെ സംശയിക്കരുത്. We shouldn't doubt the anointing of God. ആമേൻ. ഈ ഒരു കൃപയുണ്ടെങ്കിൽ നാം കയറി വരുമെന്ന്. If we have this grace, we will be able to overcome. ഇവിടെ തോമസ് പറയുകയാണ് കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. But here we see Thomas who says, I will only believe if I see with my own eyes. Visible evidence. He wanted visible evidence. കണ്ടാൽ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? വിശ്വസിക്കും. He said, if I see with my eyes, I will believe. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ സ്തോത്രം. The word of God says, hallelujah, my righteous one, he lives by faith. വിശ്വാസം വന്നതോ കാണാത്ത കാര്യങ്ങളുടെ ഇങ്ങനത്തെ വിശ്വാസം കർത്താവ് ആഗ്രഹിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? തോമസിന്റെ ആ വെളിപ്പാട് എങ്ങനെടുക്കും? കണ്ടാൽ എന്ത് ചെയ്യും? ഇത് കണ്ടാ പോരാ, യേശു തന്നെയാണെന്ന് അറിയണം. ആ അമ്മീസ്വത്രം ആണി പഴുതിനകത്ത് എന്ത് ചെയ്യണം? ഈ ഒരു വ്യക്തി കൂടിരുന്ന ഒറ്റ ശിഷ്യന്മാർക്ക് തോന്നാത്ത ആർക്ക് തോന്നിയേ? ഈ അവിശ്വാസം വന്നാൽ ഇത്രയും അവിശ്വാസം എന്ത് ചെയ്യരുത്? See, the word of God reminds us, hallelujah, about the kind of faith that God desires of us. We're reminded also in the book of Hebrews, hallelujah, that faith is the substance of things hoped for, the evidence of things not seen, hallelujah. And yet here we have a man named Thomas, a disciple of Jesus, hallelujah, who is saying that I won't believe it till I see it, hallelujah. All the other disciples, they didn't have, hallelujah, this kind of desire that they wanted, that they said that they would only believe if they would touch Jesus and touch his wounds, hallelujah. They saw Jesus and they believe. But here we have Thomas who not only says I want to see him, but he wants to touch him. He wants tangible evidence of the resurrection of Christ. നോക്ക് നിലത്തൊക്കെ വിതയ്ക്കാൻ പോകുന്നവരെ അമിസ്വത്രം ആ കൊയ്ത്ത് കണ്ടിട്ട് അല്ല ഫലം കണ്ടിട്ടാണോ വിത ഉടങ്ങുന്നത്? വിശ്വാസത്താൽ എന്ത് ചെയ്യുക? അവർക്കറിയാം വിതച്ചാൽ എന്ത് സംഭവിക്കും. ആ ഫെയ്ത്ത്, ആ വിശ്വാസം എന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്താൽ അത് സംഭവിക്കുമെന്ന് കണ്ട്, ദൈവം കരുതുമെന്ന് കണ്ട്, ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒടുന്ന പകൽക്കാലം ഞാൻ അടുത്ത ഭാഗത്തോട്ട് പോകുന്നതിന് മുൻപ് ആ സംശയിച്ച വിഷയത്തിൽ നിന്ന് മാറ്റിയിട്ട് കർത്താവ് തിരിച്ചൊന്ന് പ്രാർത്ഥിച്ച്, അപ്പം ഞാൻ വിശ്വസിക്കുന്നു ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. സാമ്പത്തിക മേഖലയിലായിക്കോട്ടെ, ആത്മീയ വിഷയത്തിലായിക്കോട്ടെ, ശുശ്രൂഷ മേഖലയിലായിക്കോട്ടെ, തലമുറയുടെ മേഖലയിലായി ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, വിശ്വാസത്തോടെ പറഞ്ഞ കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു, വാ തുറന്ന് പറഞ്ഞ്, അപ്പം ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് വചനം അയച്ചാൽ സൗഖ്യമാകും, ദൈവം സംസാരിച്ചാൽ വഴി തുറക്കും, ദേശത്തോട് ദൈവം ഇടപെട്ടാൽ ഒരു നന്മയുടെ ഉറവ ദൈവം തുറക്കും. അത് കർത്താവിന്റെ കരം വെച്ചാൽ എന്റെ ശുശ്രൂഷയുടെ അന്തരീക്ഷം മാറും. അഭിഷേക Hallelujah. Dear children of God, I want to remind you of the example of a farmer who goes out to sow seeds. Is it after seeing the harvest that he sows those seeds? No, never. Hallelujah. A farmer goes out and he plants. Hallelujah. He sows the seeds, having this kind of faith that if he sows, there will be a harvest. If he sows, there will be, hallelujah, crop that is going to grow in days to come. This is the kind of faith that God wants you and I to have. Hallelujah. That even though the circumstances seem, hallelujah, contrary, even though the evidence seems to stand against us, for us to believe and know that in the situation, hallelujah, where we stand, when everything else seems like it's speaking against us, to know, hallelujah, that this kind of, hallelujah, supernatural faith begins to activate inside of us, hallelujah, whether it's in the case of your children, whether it's in the case of your church, your family, your work, your ministry, whatever it might be, to say to the Lord, Father, I believe that even though everything seems contrary, the clouds, hallelujah, seem to be rising against me, it looks like there's gonna be a storm, but I believe in the one who is, hallelujah, the Lord over the storm. Can we take 2 minutes just to make that prayer? To say, Father, this is my prayer of faith. Think about those things where you have no hope. Those situations in your life where you have no hope.
പറഞ്ഞു പ്രാർത്ഥിച്ച് അന്തരീക്ഷങ്ങൾ മാറട്ടെ. ശത്രു പൊരുത മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ശത്രു അവകാശം പറയുന്ന, നിന്റെ സ്വസ്ഥത കെടുത്തി കളയുന്ന, സമാധാനത്തെ കെടുത്തി കളയുന്ന ആ വിഷയത്തെ നോക്കി വിശ്വാസത്തോടെ പറഞ്ഞേ. What is it in your life where you see no hope? It might be your friends. You might think to yourself, my friends are so far in sin. If I tell them about Jesus, they'll think I'm weird. They'll think I'm strange. Hallelujah. But in that situation, Jesus can turn it around. What is it? Your education. You might be thinking to yourself, there's no way I'm going to learn all of this. I don't know, hallelujah, how to do well in my exams. I'm going to fail all of my exams. But Jesus says, if you have faith as small as a mustard seed, He can change your impossible and transform it into the possible of God. Whatever your situation, whatever your circumstance, it might be your parents, it might be your siblings, it might be the pain in your heart, it might be your faith. You might be saying, Lord, it's impossible that I would believe. It's impossible that you could use someone like me. But Jesus says, if you believe, if you have faith, if you can trust me, I can transform your impossibilities. വിശ്വാസത്താൽ കൽപ്പിക്കുന്നു, വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറന്നവരത്ത് ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. The hand of God be revealed in your life. Let the anointing of the Holy Spirit be revealed. Hallelujah. Hallelujah. Let anointed men and women of God rise up. Let a young generation rise up for the cause of Christ. Let a nation come back to Jesus. Let a nation turn back to repentance. That, hallelujah, the work of God would be revealed. That the anointing of the Holy Spirit would be revealed. That people, hallelujah, would be transformed. That repentance would start, hallelujah. That revival would break out. Praise the Lord. Hallelujah. 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 കാഴ്ചകൾ അവസാനിക്കുമ്പോൾ വിശ്വാസത്തിലെ കണ്ണു തുറക്കാൻ തുടങ്ങത്തുള്ളൂ. Notice this truth. It is only when the human vision begins to falter that the vision of faith begins to open. മാനുഷികമായ സാധ്യത എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും നീ അതിന്റെ പുറകെ പോകും. എന്നാൽ 100% മാനുഷികമായി അടയുമ്പോൾ മാത്രമേ നിന്റെ അകത്തേക്കാണ് തുറക്കാൻ തുടങ്ങത്തുള്ളൂ. അവിടെ ഇത് പകലക്കാലം വിശ്വാസത്തോടെ അടയുന്നിടം വരെ കാത്തിരിക്കാതെ മാനുഷികമായ തുറന്നാലും ഇല്ലെങ്കിലോ നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ആത്മാവിൽ വിശ്വാസത്താൽ കണ്ടു തുടങ്ങുക. ആ വിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തെ ഇന്ന് പകലക്കാലം ശാസിക്കുകയാണ്. ജനം ആത്മാവിൽ കണ്ടു തുടങ്ങട്ടെ, ആത്മാവിൽ വിശ്വസിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കൂട്ടായ്മയിൽ നിന്ന്, ദൈവിക ബന്ധത്തിൽ നിന്ന്, ആരാധനയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് നിന്നെ ഒരു ചങ്ങലയിട്ട് വലിച്ചോണ്ട് പോകാൻ ദുഷ്ടപിശാച് വെല്ലുവിളിച്ചുമ്പോൾ ഇന്ന് പകലക്കാലം ക്രൂശിക്കപ്പെട്ട കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്റെ വിഷയം സംസാരിക്കുന്ന, നിനക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ആ യേശുവിന്റെ മുഖത്തെ ഇന്ന് പകലക്കാലം ആത്മാവിൽ കണ്ട് മടങ്ങി വരാൻ ദൈവാത്മാ ബുദ്ധി ഉപദേശിക്കുകയാണ്. Dear children of God, I want to tell you this truth. Hallelujah. When you have human opportunities, when there are human plans in place, when there are human doors that are open for you, you will never be able to look with the eyes of faith. You will always be trusting, hallelujah, in those human plans. Hallelujah. You will be trusting in your ability. You will be trusting in your way, hallelujah, to walk forward. You'll be trusting in your vision and your sight. But all of a sudden, when the doors are closed, when all human expectation is lost, when your outward eyes, hallelujah, are plunged into darkness and you have no idea where to go, you're out of opportunities, you're out of plans, you're out of ideas. It's in that moment that the Lord looks to you and says, do you have faith to trust me? In the moment, hallelujah, where you do not know the next step that you will take, whether it's solid ground or whether you're stepping off a cliff, God looks to you and says, do you trust that I can lead you forward, that I will show you the path that you need to go? When that spirit of doubt starts to creep into your mind, the power of the Holy Spirit whispers in your ear
Hallelujah. And it says this truth. Hallelujah. This is the same power that rose Christ from the dead. Christ who intercedes for you on the right hand of God and who says, my son, my daughter, trust in me. Hallelujah. Have little faith and I will open doors that no eye can see. സാഹചര്യങ്ങളെല്ലാം അൺക്ലിയർ, ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ഒന്നും പിടികിട്ടുന്നില്ലെങ്കിലും കർത്താവിലങ്ങ് ആശ്രയിക്കാവൂ. Even when all the plans, ideas, expectations, all the situation that surrounds you seems contrary, can you just give yourselves into the hands of the Lord and say, Lord, it looks impossible, but hallelujah, I give myself into your hands. അബ്രഹാം പറഞ്ഞൊരു പദം നമ്മളൊക്കെ ഇരുത്തി ഉറപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. There is a phrase that Abraham says that has many times that I've meditated on and is so solidified me and grounded me in my faith. Jehovah Jireh. Jehovah Jireh. യഹോവ കരുതിക്കൊള്ളും. My God will provide. ആമേൻ. സെൽ മീറ്റിംഗ് പറഞ്ഞതല്ല, സഭായോഗത്തിനകത്ത് പറഞ്ഞതല്ല. അവൻ നല്ല ഉറപ്പുണ്ട്, വാള് കയ്യിലുണ്ട്, അറക്കുന്ന ഇവൻ ചോദിക്കുന്ന ആ കുഞ്ഞാട് ഇവൻ ഐസഹാക്കാണ്, മോനാണ്, ഇതെല്ലാം അറിയാം. ആമേ ആടിന്റെ ശബ്ദമോ ആടിന്റെ സാധ്യത അതും ആമേ സോദര ഈ മോറിയ മലയിൽ ഒരു സാധ്യതയില്ലെന്ന് കണ്ടിട്ടും അതരം തുറന്നപ്പോ വന്നത്, മോനെ എനിക്ക് അറിയത്തില്ലടാ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് പ്രാർത്ഥിക്കാന്നല്ല പറഞ്ഞത്. ആമേ സോദര ആ പിതാവ് ഒന്നും കാണാതെ വാ തുറന്ന് പറഞ്ഞു, തലമുറയോട് പറഞ്ഞു, മോനെ ആമേ കരുതിക്കൊള്ളും. ചില വാക്ക് സ്വർഗം അടിവരയിടും കേട്ടോ. അന്ന് നീ വിശ്വാസത്തോടെ കണ്ടു ചിലത് പറഞ്ഞ വേദനയ്ക്കകത്ത്, തീച്ചൂളയ്ക്കകത്ത് മുഴുവനും പ്രതികൂലമാകുമ്പോൾ ആദരം തുറന്ന് അടുത്ത തലമുറകൾ കണ്ടത് അറിയത്തില്ലെന്നല്ല, ശൂന്യമാണെന്നല്ല, കരുതും. വിളിച്ചവൻ കരുതും, വേർതിരിച്ചവൻ കരുതും, യഹോവ കരുതും. കാണാതെ വിശ്വസിക്ക്, കാണാതെ വിശ്വസിക്ക്. ഇന്ന് എത്ര ദൃഷ്ടി തുറക്കട്ടെ, നമ്മളെ Hallelujah. Hallelujah. Thank you, Jesus. Dear children of God, Jehovah Jireh is a phrase that we use, it's a phrase that we sing, hallelujah. But it's easy for us to say that when we're sat comfortably in our chairs, hallelujah, on a Sunday morning. It's easy for us to say Jehovah Jireh and preach about it in a Bible study. But look at this, Abraham didn't say it in a Bible study. He didn't say it on a Sunday morning in front of a church of Bible-believing, hallelujah, people. He said it as he was climbing Mount Moriah. He said it with, hallelujah, the knife, hallelujah, in his person, hallelujah, the very knife that he's going to use to sacrifice his son. He says it, hallelujah, not just to anybody. He says it out loud to the very son that he's about to sacrifice, who is asking him, Father, where is, hallelujah, the animal for sacrifice? Hallelujah. Abraham knows that there is no ram here, there is no sheep, there is no lamb. He didn't bring any of those from home. He's climbing up this mountain, hallelujah, to sacrifice the very son, the promised child that God had given to him. But Abraham opens his mouth and he doesn't say, son, I don't know the answers, I don't know where we're going, I don't know how this is going to turn out. But instead, to the next generation, Abraham opens his mouth and he says, my son, my God will provide. My son, Jehovah Jireh. The situation seems contrary, everything looks impossible, I don't know how this is going to happen, but I know one thing, my God will provide. Abraham says, is it the case of an animal for sacrifice? My God will take care of it. If we ask our forefathers, they will tell us that this is the kind of declaration of faith by which they took every step forward. ഒരു ടെൻഷനും തോന്നില്ല, ഞങ്ങളെല്ലാ പ്രാവശ്യവും യാഗം കഴിക്കുന്ന സ്ഥിരം പരിപാടിയാണല്ലോ. നെക്സ്റ്റ് ഒരു വർഷിപ്പ് ഒരു യാഗത്തിന് പോയ പോലെ ഇസാക്ക് എന്ത് ചെയ്തുള്ളൂ. അമിസ്തോത്ര അവനോട് ചോദിച്ചു നോക്ക്, പപ്പായ്ക്ക് ഈ പ്രാവശ്യത്തെ മോറിയമല കയറാൻ പ്രയാസം ഉണ്ടായിരുന്നോ, മുഖം സാഡായിരുന്നോ? ഇസാക്ക് പറയും, ഞങ്ങൾ ഇന്നലെ എങ്ങനെ ആരാധിച്ചു അതുപോലെ ഞങ്ങൾ ഇന്ന് മോറിയമല കയറിയത്.
മുഖത്ത് ഭാവമില്ല, വാക്കിനകത്ത് ഭാവമില്ല. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എപ്പോഴും പോകുമ്പോൾ ആട്ടുംകുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആരാധനയ്ക്ക് എന്തില്ലായിരുന്നു? അതൊഴിച്ച് ബാക്കിക്കൊന്നും വ്യത്യാസമില്ലായിരുന്നു. വിറകുണ്ടായിരുന്നു, തീ ഉണ്ടായിരുന്നു, ഒരു കത്തിനൊന്നും കുറവില്ല. ആട്ടുംകുട്ടിയില്ലായിരുന്നു. പക്ഷെങ്കിൽ ആമേൻ, ദൈവത്തിന് നീതി അവിടെ വെളിപ്പെട്ടത്. ഇന്ന് പകലക്കാലം നിന്റെ ആട്ടുംകുട്ടി നിന്റെ വിഷയം ആമേൻ. പക്ഷെങ്കിൽ ഇന്ന് പകലക്കാലം ബാക്കിയുണ്ടോ? കൂടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമുണ്ടോ? നിന്റെ ആട്ടുംകുട്ടിയെ സ്വർഗം കരുതുമെന്ന് ഇന്ന് പകലക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? Thank you, Jesus. If we took a moment to ask Isaac this question, hallelujah. Hey, young boy, when you went up that mountain that day with your dad, hallelujah, did you notice anything out of the ordinary? Did you notice anything was off? Hallelujah. I bet you Isaac would say, no, I didn't notice anything different. My dad was just like he always is. We always go to worship. We always go to do sacrifice on the altar of God. It's something that I always do with my dad. We had everything that we needed. My dad was fine. I didn't notice anything on his face, no expression, no hallelujah tone of his voice. There was nothing different. Only one thing that I noticed, we didn't have the animal for sacrifice like we usually do. But apart from that, everything was fine. Hallelujah. That's what Isaac would say. But only Abraham knows in the depths of his heart the challenge and the struggle that he is going through. Hallelujah. But Abraham, hallelujah, looks to God and he says, I know that my God can provide. God says, hallelujah, Abraham, if you have everything else, if you have, hallelujah, the wood, hallelujah, for the fire, if you have carried, hallelujah, everything else that you need, if you have the declaration of faith, then your issue might be a ram, but God is more than capable. Heaven is more than capable to provide for your needs. Hallelujah. This morning, can you worship, hallelujah, like Abraham would have worshipped on Moriah? തന്നെ മോറിയാൽ അബ്രഹാമിന് പുത്രത്വത്തിന്റെ ആത്മാവൊന്നുമില്ലായിരുന്നു. ഒരു ദർശനവും വെളിപ്പാടും ഉള്ളായിരുന്നാൽ ഇന്ന് പകലക്കാല പുത്രത്വത്തിന്റെ ആത്മാവകത്തുള്ള ദൈവത്തിന്റെ പൈതലെ അബ്രഹാം ആരാധിച്ചതിനേക്കാൾ അധികമായി ഞാൻ ഇന്ന് പകലക്കാലം ആരാധിച്ചത് കണ്ടിട്ടല്ല യഹോവ കരുതുന്നുള്ള വിശ്വാസത്തോടെ. Dear children of God, hallelujah, let me urge you, let me encourage you, let me challenge you. Are you able to worship like Abraham worshipped? Not after he received, hallelujah, his provision, not after God provided for him, but on his ascent to the Mount of Moriah, in his journey upward, where he's still struggling, hallelujah, with the pain and the hallelujah questions and the doubt, in that moment of emptiness, in that moment where you feel nothing but the void, hallelujah. Can you, hallelujah, take a moment to worship and hallelujah declare with faith like Abraham did, knowing that God is capable of providing even before you see it with your eyes? നിന്റെ മുൻപിൽ ഇല്ലാത്തത് അതുകൊണ്ടേലെ നീ ആ വിഷയത്തിന് വിടുതലുള്ളൂ. മടങ്ങി പോകണമെങ്കിൽ ആ വിടുതൽ നടന്നേ പറ്റത്തുള്ളൂ. പക്ഷേ വിശ്വാസം പറ ആമേൻ. കയ്യിൽ ഇത് ബാക്കി കാണണം, തീ നിന്റെ കയ്യിൽ കാണണം, വിറക് നിന്റെ കയ്യിൽ കാണണം, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഈ മൂന്ന് നിന്റെ കരത്തിലുണ്ടെങ്കിൽ കാണണ്ട നോക്കിക്കൊള്ളും, ബാക്കി ദൈവം നോക്കിക്കൊള്ളും. പ്രാർത്ഥന ഉണ്ടെങ്കിൽ, അഭിഷേകമുണ്ടെങ്കിൽ, ദൈവവചനത്തിന്റെ ശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ ബാക്കി സ്വർഗം നോക്കുമെന്ന്. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിനുള്ളത്, നിന്റെ തലമുറയ്ക്കുള്ളത് സ്വർഗം നോക്കുമെന്ന് നീ വിശ്വാസത്തോടെ ആരാധിച്ച് നീ ദൈവത്തിന് മഹത്വം കരച്ച് ബാക്കി സ്വർഗം നോക്കുമെന്ന്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Dear children of God, I want to remind you this morning, just as Abraham was able to worship even before seeing with his eyes, even before laying eyes on the provision of God, so long as you have with you everything that is necessary, so long as you have with you the wood for the fire, the flint and the stone, the knife that you need for sacrifice, so long as you have the heart of obedience, so long as you have, hallelujah, the declaration of faith, heaven looks to you and says, it doesn't matter what you're missing, so long as you have everything else that is commanded, heaven can provide what you need if you begin to believe in your heart. Praise the Lord.
നമ്മൾ ആരാധിക്കും കർത്താവ് ഇതാ നോക്കുന്നത്. Hallelujah, this is what heaven looks to see. കർത്താവ് നോക്കുന്ന ആരാധനയായിരിക്കണം. God looks to see, hallelujah, that you Hallelujah. are ready to worship even before your provision. ഇന്നിപ്പോൾ കർത്താവ് ചിലരോട് കൽപ്പിക്കുന്നത് അവൻ കാണത്തക്ക രീതിയിൽ, അവൻ കരത്തിൽ പിടിക്കത്തക്ക രീതിയിൽ സ്വർഗം കൽപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ആരാധന, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഇന്ന് പകൽ ഇവിടെ ഇരുന്നോട് ചെയ്യുന്നേ. നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ, നിന്റെ കരത്തിൽ അനുഭവിക്കത്തക്ക രീതിയിൽ ദൈവം നോക്കിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളും. Dear children of God, if you stop, hallelujah, worrying and being anxious about all the things that are going wrong, about all the things that are not working out the way that they were supposed to, even though you put in the application, even though you sat the exams, even though, hallelujah, Jesus, you did hallelujah. everything you thought you needed to do, but still the doors are closed, still there's only impossibility. Heaven looks to you and says, my son, my daughter, hallelujah, you do not worship because everything is going well for you, but rather to trust and to have faith even when everything's going wrong. Heaven, hallelujah, looks to see a heart of dedication, a heart of trust and faith in God. Is that your heart, hallelujah, today? Is that your heart as you come to the presence of God? Praise the Lord. Hallelujah. കർത്താവിന്റെ ഒരു സ്നേഹം കൂടെ പറയാതെ നിർത്താൻ പറ്റത്തില്ല. Even though we've been talking about the story of Thomas and how Thomas, even though, hallelujah, he had doubt and he had all these questions, I can't finish without talking about the response of Jesus and about the love of Christ. നിങ്ങളൊന്ന് പറയുക, എൻ്റെ പാസ്റ്റർ ഏതാണ്ട് സ്തോത്രം ഹല്ലേലൂയ ഷിജോയോട് ഞങ്ങൾ കുറേ കാര്യം പറഞ്ഞു, വചനത്തിന് വെളിപ്പാടും പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഒരു ശകലം പോലും പുള്ളിക്ക് കാണണം, പുള്ളിക്ക് പിന്നെ അടയാളം കണ്ടേ വിശ്വസിക്കത്തുള്ളൂ. ഇത് തോമസ് ബ്രദർ പറഞ്ഞ പോലെ ആ മുറിവിനകത്ത് കൈയൊക്കെ ഇടണമെന്ന് ഞാൻ പറയാം. അവനോട് വേറെ പണി വെക്കാൻ പറയും. ഇത്രയും വലിയ പത്രോസും യോഹന്നാനും പറഞ്ഞിട്ട് വിശ്വസിക്കാൻ വയ്യാത്ത നമുക്ക് എന്ത് ചെയ്യുന്നു? അവനെ കെട്ടോടിച്ചേക്കാൻ പറയും, വേറെ പണി വെക്കാൻ പറയും. പിന്നെ ഇവന് മാത്രം, നമുക്കാർക്കും ഇതൊന്നും വന്ന് വെളിപ്പെട്ട് കണ്ടോടെ നമ്മൾ എന്ത് വിശ്വസിക്കും? ഇവന് മാത്രം എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം, സംസാരിക്കണം, കാണണം, അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? പക്ഷെ ഈ കർത്താവിന്റെ സ്നേഹം കണ്ടോ? ഈ ചിലരുടെ പരമാർത്ഥ ഹൃദയമാണ്. ഈ എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്തുകൊണ്ട് ഒരു നല്ല ഹൃദയമുണ്ട്. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അവന് വേണ്ടി ഒരു റീവിസിറ്റ് എന്ത് ചെയ്തു? Dear children of God, see, if you came to me, hallelujah, and you said, Pastor, look, listen, we were explaining the word of God and the revelation of the word of God and the truth that was revealed to us through the Bible to our dear brother in the church, but he didn't believe it. He wasn't accepting what we were saying, and he was saying that he wants to see, he needs evidence, he needs to know the scientific reality and he wants to put his hands in it, he wants to touch it, he wants to see it, he wants to know and experience it. What would we say to him? We wanted to say to him to go, we accepted it when it was preached to us. We believed it when we see it in the scripture. But this particular person, he's not accepting and he's not believing. Maybe this isn't for him. Maybe this faith isn't for him. That would be our response. But here, this is exactly what we see about Thomas. He's responding to the disciples who have seen with their own eyes. They've experienced that Jesus had resurrected, and they're passing on the good news to Thomas. And instead of accepting it, they must have been so frustrated to see that Thomas was unbelieving. He was doubtful. And he was refusing to believe the truth that they were sharing to him. And even so, hallelujah, Jesus, instead of rejecting him, sees that perhaps there is a genuine innocence, hallelujah, in his desire. Because everybody else said, we saw you, we believed, and that's the end of the story. But here's Thomas who's saying, not only does he want to see, but he wants to touch you, he wants to talk to you, he wants to see your wounds, he wants to touch your wounds. That's too much. But notice, after 8 days, Jesus decides that he's going to reveal himself again. He's going to reappear. And what for? Just for this one person. തോമസ് അവരുടെ കൂടെ ഈ സംശയം അത് പറഞ്ഞാലും ഇപ്പൊ അന്നേരം തൊട്ട് എവിടെ ആറുകളുണ്ട്. അവനറിയാം അവൻ ഇവരുടെ വെളിപ്പെട്ടെങ്കിൽ ഈ ആവേശത്തിൽ പറഞ്ഞാലും അകത്തെന്തോ ഉണ്ട്. അതുകൊണ്ട് അന്ന് തൊട്ട് 8 ദിവസമായിട്ട് ആറുകളുണ്ട്. അതുകൊണ്ട് എടുത്തെഴുതിയത് അമിസ്വരം തോമസ് 8ാമത്തെ ദിവസം കർത്താവ് വെളിപ്പെടുമ്പോൾ തോമസ് ആറുകൾ ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് എവിടെ പോകാൻ, എവിടെ വരെ പോകും. നമ്മളിങ്ങനെ ആവേശമൊക്കെ ഒരു അതും ഇതൊക്കെ പറയും. പക്ഷെങ്കിൽ അവസാനം കർത്താവിന് മുമ്പിലല്ലാതെ അവിടെ മുട്ടുപടക്കാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല. ഏതായാലും കൂട്ടത്തിൽ ആരുണ്ട്?
എനിക്കൊരു സന്തോഷമുണ്ട്, ഈ ശിഷ്യന്മാരവനെ ഇരുത്തിയല്ലോ. Amen. നമ്മുടെ ശിഷ്യന്മാരും വല്ലതും ആരും എന്ത് ചെയ്തേനെ? പോഞ്ഞ പുള്ളി അല്ലി ശിവൻ എന്ത് ചെയ്തു? 8 ദിവസം കൂടെ ഇരുത്തി. അതിനായിട്ട് സ്തോത്രം പറഞ്ഞു. Notice this, when you read this passage, there's something that made me chuckle to myself. It was in verse 24, we read that Thomas, when Jesus revealed himself to the disciples initially, Thomas was not with them. And then we read again in verse 26, after 8 days, they were again together, and this time Thomas was with them. So that made me laugh, because Thomas, even though initially he said that he doesn't believe, and he says that he's doubting even if Jesus rose again, and that the disciples, because of maybe they're crazy or whatever, they're making this up, maybe they're struck with grief, whatever it might be. Thomas, being the rational, logical person he is, says, I don't believe what you guys are saying. But even so, what does he decide to do? He remains with the disciples who had initially seen Jesus. For 8 days now, Thomas is he's buddying up with these disciples, and he's not leaving them, because if Jesus revealed himself once, Thomas realized that if there's any chance of seeing him again, maybe this is the right place to be. There's no point me being anywhere else. I need to be here with the believers. I need to be here in the presence of God. There's no point wandering elsewhere. Initially, he may have said, oh, I don't believe. I need to see it with my own eyes, blah, blah, blah. But here, Thomas is saying, hallelujah, we see that Thomas is with the disciples when Jesus, hallelujah, chooses to reveal himself again. ഒന്നും പിടി കിട്ടിയില്ലെങ്കിലും കൂടെ ഇരുന്നു കേട്ടോ. He didn't, even now, perhaps he doesn't believe, but still, he chose to stay with them. ഒന്നും മനസ്സിലാണെങ്കിലും വന്നങ്ങ് ഇരിക്കും. Everybody else, hallelujah, is so full of joy that Jesus resurrected, but Thomas full of doubt. He's still with them, even though he doesn't share that same belief, that same joy. ഒരു എൻകൗണ്ടർ ഉണ്ടാവും. Because he was hoping, and in the depths of his heart, perhaps he was expecting that maybe there will be an encounter. That there will be an encounter. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. Children, listen to me. എൻകൗണ്ടർ ഉണ്ടാവും. There will be an encounter for you. വിശ്വസിച്ചവർക്ക് മാത്രമല്ല. It's not just for those who believe. അവിശ്വസിച്ചവന് ഒരു എൻകൗണ്ടർ ഉണ്ടാവും. But even you who have doubts, who have questions, who say that you cannot believe, you cannot accept, even you can have an encounter with Jesus. കർത്താവിന് അറിയാം ഈ റീവിസിറ്റ് അവന് വേണ്ടി മാത്രമെന്ന് കർത്താവിന് അറിയാം. ഒന്ന് തൊട്ടാൽ, ഒന്ന് സംസാരിച്ചാൽ പിന്നെ മരണം വരെ കൂടെ ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. ഇന്ന് സംശയിച്ച് നിൽക്കുന്ന എവിടെയൊക്കെയോ ഒരു ദൈവിക ഒരു ഹെവൻലി ടച്ച്, ഒരു ഡിവൈൻ ടച്ചിന് വേണ്ടി അല്പം കൂടെ ആഴത്തിൽ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ദൈവ ശബ്ദത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഗ്യാരണ്ടി ദൈവം തരികയാണ്. നിന്റെ വിശ്വാസത്തിന് അളവ് കൊണ്ടല്ല, സ്വർഗ്ഗം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു എൻകൗണ്ടർ നിനക്ക് ഉണ്ടെന്ന് ദൈവാത്മ ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാ. നീ ധൈര്യമായിട്ടിരിക്കുക, നീ ധൈര്യത്തോടെ ഇരിക്കുക. നിന്നെ സ്നേഹിച്ച വിളിച്ചത്, പദ്ധതി കണ്ടാണ് വിളിച്ചത്, തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. ഒരു സംശയത്തിന്റെ പുറത്ത്, ഒരു അവിശ്വാസത്തിന്റെ പുറത്ത് നിന്നെ മാറ്റി നിർത്തുകയല്ല, നീ ഇരിക്കുന്ന ഇടത്ത് ഇറങ്ങി വന്ന് നിന്നെ പവർഫുൾ ആക്കാൻ ദൈവത്തിനൊരു എൻകൗണ്ടർ ദൈവാത്മാവ് ഒരുക്കുന്നുണ്ട്. Dear children of God, I want to tell you that the same Jesus who, even though he revealed himself to the disciples once, he decides to reschedule and make new plans, because here there's one disciple who's saying that he doesn't believe, he doesn't have hallelujah, he's unable to accept this truth. Jesus decides, because of the love that he has for his people, the love that he has for Thomas, Jesus says, you know what, I'm going to go back to them again. I'm going to reveal myself again, because he knows that Thomas, with one encounter with Jesus, his life will be transformed. He will fall to his knees saying, my Lord and my God. And this is, hallelujah, the truth that Jesus recognizes. So even for you, you may be disbelieving, you may have doubts, you may have questions, but heaven looks to you and says, hallelujah, not because the amount of faith you have, not because of your measure of faith or expectancy, but rather because of the vast measure of love that heaven has over you. Jesus will come to your side. You can have an encounter with God. ശിഷ്യന്മാരോടാ പറഞ്ഞത്, എനിക്ക് അവനെ കാണണം, അവൻ്റെ വിലാപ്പുറത്ത് എന്ത് ചെയ്യണം, വിരൽ ആ മുറിവിനകത്തൊക്കെ തൊടണമെന്ന് ശിഷ്യന്മാരോടാ പറഞ്ഞത്. പക്ഷേ എങ്കിൽ യേശുവിടെ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, എടാ മോനെ, 8 ദിവസം മുന്നേ നീ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, നീ നീ പറഞ്ഞ മുറിവ്, നീ പറഞ്ഞ കൈ, ഇത്ര കാണിച്ചു. ഞാൻ അവർ ഇത്രയായിട്ട് വായിക്കുന്നില്ല, ഇത് കണ്ടതേ ഉള്ളൂ. തോമാച്ചൻ എന്താ പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. ഇന്ന് പകൽക്കാലം ഞാൻ ആ ഭാഗം ധ്യാനിച്ച് ഒത്തിരി കർത്താവിനെ സ്നേഹിച്ചു. നമ്മുടെ മണ്ടത്തരങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും
കർത്താവിന് ഇഷ്ടമാണ്. ഹോണസ്റ്റ് ആയിട്ട് നാം കർത്താവിനെ അന്വേഷിക്കുന്നെങ്കിൽ, സിൻസിയർ ആയിട്ട് ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി കൊതിക്കുന്നുണ്ടെങ്കിൽ, അതും ചെയ്തു തരാൻ കർത്താവിന് മനസ്സുണ്ടെന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ. നീ അഴലരുത്, നീ വിശ്വാസം ഡബിൾ സ്റ്റാൻഡ് എടുക്കരുത്, ഉറച്ചു നിൽക്കണം, ധൈര്യത്തോടെ നിൽക്കണം. ഇന്നിപ്പോൾ എത്ര ഒരു ആഗ്രഹിക്കും, കർത്താവ് അങ്ങനെ ഒരു എൻകൗണ്ടർ, എന്റെ വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു ഇടപെടൽ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം കണ്ണുകൾ ഒരു നിമിഷം അടച്ച് പ്രാർത്ഥിച്ച്. The children of God, notice in scripture we see Thomas, hallelujah, he doesn't say anything to Jesus, he doesn't say a prayer, but he responds to the disciples by saying, look, listen, hallelujah, I do not believe what you're telling me. It doesn't sound rational, it doesn't sound logical, it doesn't, hallelujah, match, hallelujah, the evidence that I have seen, hallelujah. I need to see him with my eyes, I need to see the nail pierced hands, I want to put my hand in his side where they pierced him. This is what Thomas said in his stupidity. Hallelujah. But Jesus, the loving Savior, hears, hallelujah, the genuine innocence of Thomas, and hallelujah, the complaints, hallelujah, and the objections of Thomas to believing the truth. And Jesus comes to Thomas and says, listen, hey Thomas, you said this a couple days ago. You thought I wasn't here. You thought I was still dead. But I heard you, hallelujah, even when you thought I wasn't alive. I heard you even when you thought the story was over. Here's my nail-pierced hands. Here's my side that was pierced. And Thomas, hallelujah, though he had said something that was foolish, Jesus honored, hallelujah, the innocence of his heart, the honesty of his heart, revealed himself to him. There was an encounter that Thomas had, and Thomas in that moment, he doesn't have words for anything else. He falls to his knees and he says, my Lord and my God. പ്രിയരേ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ സ്വയം പറഞ്ഞ് നിരാശപ്പെടുന്ന വാക്കുകൾ കർത്താവ് കേട്ടിട്ടുണ്ട്, കർത്താവ് കണ്ടിട്ടുണ്ട്. കർത്താവിന് നിങ്ങളുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടറിൻ്റെ ടൈമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവെന്ന് ഈ വചനത്തിൻ്റെ വെളിപ്പാടിലൂടെ ആത്മാവ് ഇടപെടുകയാണ്. Dear children of God, the words that you have spoken, that you thought nobody was listening, that God wasn't listening to your prayers, He surely isn't listening to your conversations, but you've spoken words of disbelief, you've spoken words of doubt, you've spoken objections and challenges where they may be genuine, honest, hallelujah, church struggles that you may be dealing with. But I want to tell you today that even the secret thoughts of your heart, God sees, God hears, and there is, hallelujah, a God who will come to you wanting to reveal himself so that you might have an encounter with him. ഒരു നിമിഷം കണ്ണുകളെ ദൈവത്തിൽ അടച്ചാൽ I want you to close your eyes just for a moment in his presence. Could you just say a prayer right now സംശയങ്ങൾ മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ, so that our doubts would be answered? ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണേ. Could this be your genuine prayer? കർത്താവേ, എൻ്റെ സംശയത്തെ ഒന്ന് മാറ്റണം. Father, I have questions. ഏതിലാണ് Lord, സംശയിക്കുന്നത്? I have doubts. I have areas in my life where I'm struggling to believe you. I'm struggling to believe the word of God. കാലതാമസം വരുമ്പോഴായിരിക്കാം സംശയം വരുന്നത്. Maybe it's because you're not getting an answer to your prayer because it's been so long. മോശയ്ക്ക് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു. കർത്താവ് പറഞ്ഞു, നീ ഫറവോന്റെ മുൻപിൽ പോ. മോശ പറയുകയാണ്, ഞാൻ എന്തു മാത്രമുള്ളൂ, ഞാൻ ആരാണ്, ഞാൻ എന്ത്, അവനിൽ തന്നെ, കർത്താവിൽ അവന് വിശ്വാസമുണ്ട്, ദൈവശക്തിയിൽ വിശ്വാസമുണ്ട്, അവനിൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി. സ്വത്രം ഇന്ന് പകൽ നിങ്ങളുടെ ബലഹീനതകളാണോ, നിങ്ങളുടെ കഴിവുകേടാണോ, എവിടെയാ നിങ്ങൾ സംശയിക്കുന്നത്? ഇന്ന് പകൽക്കാലം നിങ്ങളെ ഉറപ്പിക്കാൻ, അടയാള സഹിതം നിങ്ങളെ ഉറപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Dear children of God, even if we take so many examples in scripture, even if we take the example of Moses, hallelujah, he believed in God, he believed in Yahweh who was sending him, the one who said, I am who I am. But Moses' issue was that he had an insecurity. He thought he was unable. He questioned his inability. He questioned whether he was the right man for the job. He thought he couldn't do it. He was looking at his past, and his past was mocking him. This murderer, the one who ran away from Egypt. And hallelujah, Moses thought, surely it's not me. God isn't calling me to this. And that's the reason why he was doubting. He had questions. But heaven looked to Moses and said, listen, Moses, you're the man for the job. You're the one I'm calling. That might be your situation. നിങ്ങളുടെ അതരങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ പറയും, ഞാൻ അവനെ കണ്ടു, അവൻ്റെ ശബ്ദം ഞാൻ കേട്ടു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു, എൻ്റെ കർത്താവിനെ ഉറപ്പിച്ചെന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാന്തരീക്ഷത്തെ മാറ്റുവന്നേ.
But with your own mouth, God is able to change the situation, transform your mindset, your attitude, completely change your circumstances, so that with the same mouth that you said you want to see, you don't believe, you have doubts, with the same mouth you will say, my Lord and my God, and you will see the revelation and the encounter of God in your life. ഒന്ന് കരങ്ങൾ കോർത്ത് പിടിക്കാൻ പറ്റുമോ? If you could just take the hand of the person sat next to you, if we could just join our hands in prayer. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Could we just take a moment to pray? കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു എൻകൗണ്ടർ എനിക്ക് വേണം. Father, I need an encounter in which my faith is going to കർത്താവ്, എൻ്റെ grow. കൂടുള്ളവരൊക്കെ കണ്ടു, അവർക്കൊക്കെ വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. പലരുടെയും സാക്ഷ്യം കേൾക്കുന്നു, പലരുടെയും പ്രസംഗം കാണുന്നു, പലരും ദൈവത്താലും ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ തൃപ്തി വരത്തക്ക രീതി എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. കർത്താവേ, അത് ചോദിച്ചത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ച് ആരും ഇതിനകത്തുണ്ട്. ഇന്നിപ്പോൾ ആത്മാവ് പറയുന്നു, ശ്രദ്ധനെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അവസ്ഥ അറിഞ്ഞ് ഒരു എൻകൗണ്ടർ എന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു എൻകൗണ്ടറിന് വേണ്ടി സഭ ഒരുമിച്ചെന്ന് പ്രാർത്ഥിച്ച്. Dear children of God, hallelujah, could this be our prayer in this moment, to say, Lord, hallelujah, here I am, all my flaws, my faults, my disbeliefs, my doubts, I come to you vulnerable, open and honest. Father, there are many questions that I've asked, times where I haven't even been able to believe, I haven't been able to accept the truth, I haven't been able to accept the promises and the truth of God that was spoken over my life. But Lord, here I am wanting an encounter, here I am wanting you to speak the truth into my life and transform my heart. Could you pray for the person sat next to you, just to say, Lord, I pray that you would encounter them, that you would hallelujah deal with their hearts. എൻ്റെ കൂട്ടു സഹോദരന് സഹോദരിക്ക് അവിടെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു എൻകൗണ്ടർ കർത്താവ് കൊടുക്കണേ. പ്രാർത്ഥിച്ചേ. Can you say this prayer, Lord? My brother, my sister, I pray, Lord, that you would encounter them, that you would cause them to grow in their faith, that they would multiply in their faith. ഒന്ന് രണ്ട് മിനിറ്റ് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ. We're just going to take a minute or two. I want you to have a genuine prayer. ജനത്തെ അനുഗ്രഹിക്കുക. കർത്താവ് ഉറപ്പിക്കണമേ. വിശ്വസിച്ചവർക്ക് മാത്രമല്ല, സംശയിച്ചവനെ ഉറപ്പിച്ച ദൈവമേ, ഇന്ന് പകലിൽ അവിശ്വാസം ക്ഷമിച്ച് ഒന്നുകൂടെ ഉറപ്പിക്കണമേ, ഒന്നുകൂടെ സംസാരിപ്പിക്കണമേ. ആ ശബ്ദം കേൾക്കട്ടെ. ദൈവം മറന്നിട്ടില്ല. ദൈവത്തിന് പദ്ധതികളെ പറ്റിയുള്ള ഒരു വെളിപ്പാട് ദർശനത്തിലൂടെ, ദൈവ ശബ്ദത്തിലൂടെ ഒരു എൻകൗണ്ടർ ഉണ്ടാകേണ്ടതിന് ഈ വചന വെളിപ്പാട് നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ കരവിരുന്ന് കർത്താവിന് മഹത്വം കൊടുക്കാവല്ലോ. നമ്മുടെ